കൂരിയാട് ദേശീയപാത തകർന്നതിനു പിന്നാലെ നിർമ്മാണ കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി കേന്ദ്രം. KNRCL-നാണ് വിലക്കേർപ്പെടുത്തിയത്. ഇന്നലെ വിദഗ്ധ സമിതി സന്ദർശനം നടത്തി വിവരങ്ങൾ നൽകിയതിനു പിന്നാലെയാണ് നടപടി. അതേസമയം ദേശീയപാത തകർന്നത് ഹീവിംഗ് എന്ന സാങ്കേതിക പ്രതിഭാസം മൂലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂരിയാട് വയലിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ച 6 വരിപ്പാതയും സർവീസ് റോഡും നിർമ്മാണത്തിലിരിക്കെ തകർന്ന സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ നടപടിയുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രംഗത്തെത്തി. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിന് കേന്ദ്ര മന്ത്രാലയം വിലക്കേർപ്പെടുത്തി. തകർന്ന ദേശീയപാതയിൽ പഠനം നടത്താൻ ഇന്നലെ വിദഗ്ധ സമിതി സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന് നൽകിയതിനു പിന്നാലെയാണ് KNRCL-നെ വിലക്കിയത്. ഇതോടെ KNR കൺസ്ട്രക്ഷൻസിന് തുടർ കരാറുകളിൽ പങ്കെടുക്കാനുമാകില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ കൺസൾട്ടിംഗ് ഏജൻസിയായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തുകയും 2 കമ്പനികളിലെയും 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം ദേശീയപാത തകർന്നത് ഹീവിംഗ് എന്ന സാങ്കേതിക പ്രതിഭാസം മൂലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭാരം കൂടിയ വസ്തു ഭാരം കുറഞ്ഞ വസ്തുവിന് മുകളിലേക്ക് വെക്കുമ്പോൾ അടിയിലുള്ള വസ്തു തെന്നിമാറുന്ന പ്രതിഭാസമാണ് ഹീവിംഗ് എന്ന് പറയുന്നത്. കൂരിയാട്ടെ തകർച്ചയും ഹീവിംഗിന്റെ ഭാഗമാണെന്ന് വിദഗ്ധർ പറയുന്നു. കൂരിയാട് 10 മീറ്ററോളം ഉയരത്തിൽ മൺതിട്ടയുണ്ടാക്കിയപ്പോൾ മുകളിൽ നിക്ഷേപിച്ച മണ്ണിന്റെ ഭാരം താങ്ങാനാകാതെ സ്വാഭാവികമായ പ്രതലത്തിലുള്ള ദുർബലമായ മണ്ണ് വശങ്ങളിലേക്ക് തെന്നിമാറിയിട്ടുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൂരിയാട് വയലിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ച 6 വരിപ്പാതയും സർവീസ് റോഡും തകർന്നത്. അപകടത്തിൽ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച 2 കാറുകൾ തകരുകയും 4 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. വയൽ നികത്തി നിർമ്മിച്ച സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത്. പിന്നാലെ ഏറെ ഉയരത്തിൽ നിർമ്മിച്ച ദേശീയപാതയുടെ മതിലും സർവീസ് റോഡിലേക്ക് നിലംപൊത്തി. സംഭവത്തിന് പിന്നാലെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് വ്യാപക വിമർശനവുമുയർന്നു. രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരള വിഷൻ, മലപ്പുറം.